ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇത് ബീഫിൻ്റെ ലിവറാണ്. ലിവർ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഞാനിന്ന്. അപ്പോൾ ഇത് 2 കിലോ ബീഫിൻ്റെ ലിവറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമായിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് നമ്മൾ ഇത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടണം. പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം. പിന്നെ ഉപ്പിടുകയാണേ. ഉപ്പ് ഇട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മസാല എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്ത് ആവശ്യത്തിന് ഇപ്പോൾ വെള്ളം ഉണ്ട് ബീഫിനകത്ത്. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോഴത്തേനും ആ വെള്ളം ഒന്ന് ഇറങ്ങിക്കോളും. എന്നാലും നമ്മൾ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 4 വിസിൽ അടുപ്പിച്ച് എടുക്കാവേ. അപ്പം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ ലിവർ നന്നായിട്ട് വെന്തു. ഇതുണ്ടോ, ഈ ഒരു ഭാഗത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവനെ ഫ്രൈ ആക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആക്കി എടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഫ്രൈ ആകാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചോയേ. എന്നിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വിടുകയാണ്. ഞാൻ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ പച്ചമുളക് ഇടുകയാണ്. കുറച്ച് ചെറിയുള്ളി ഇടുകയാണ്. ചെറിയുള്ളിയിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി സവാള ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2-3 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള, പിന്നെ നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 3 തണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മളൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യമേ ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നാലും കുറച്ചുകൂടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേനും നമുക്ക് ഇത് ഏകദേശം ഒരു ഉപ്പിൻ്റെ അളവ് കറക്റ്റാവും. എന്നിട്ട് ഇതിരുന്ന് ഒന്ന് വഴന്ന് വരട്ടെ. അപ്പം നമ്മൾ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലപ്പൊടിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ഒരു 3 സ്പൂണ് മുളക് പൊടി ഇടാം. എന്നിട്ട് രണ്ടാമത് നമുക്ക് മല്ലിപ്പൊടി ഇടാം. അത് ഒരു 3 സ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 4 സ്പൂണ് മീറ്റ് മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാല നമ്മൾ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ലിവർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മസാലയുടെ കൂടെ ചേർന്ന് പിടിക്കട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പം നമ്മുടെ ലിവർ ഫ്രൈ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇച്ചിരി ഒരു ചാറ് വേണേ. അതായത് നമുക്ക് ഒത്തിരി ഡ്രൈ ആകണ്ട. അപ്പോൾ നമുക്ക് കപ്പയ്ക്കൊക്കെ കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനൊന്നിപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനകത്തേക്ക്
കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് അത് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് വേവിക്കാം. 5 മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞ് നമുക്കിത് വാങ്ങാം. അപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്കെടുത്ത് അടച്ച് വെക്കാവേ. അപ്പം നമ്മുടെ ലിവർ ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഐറ്റം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. അപ്പം